എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവർക്കും ജൂലൈ മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജൂലൈ മാസത്തിലെ ഒരു ഗഡു പെൻഷന്റെ വിതരണം ബുധനാഴ്ചയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. ജൂലൈ 25 വെള്ളിയാഴ്ച മുതൽ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ വളരെ അപൂർവം പേരുടെ അക്കൗണ്ടുകളിൽ മാത്രമാണ് 1600 രൂപ എത്തിയത്. മഹാഭൂരിപക്ഷം പേർക്കും തുക എത്തിയിരുന്നില്ല. സേവനയുടെ പെൻഷൻ സൈറ്റിൽ തുക ബാങ്കിന് കൈമാറിയതായിട്ട് വെള്ളിയാഴ്ച കാണിച്ചിരുന്നു. ജൂലൈ മാസത്തിൽ പെൻഷൻ വിതരണത്തിനായിട്ട് 831 കോടി രൂപയാണ് സംസ്ഥാന ധനവകുപ്പ് അനുവദിച്ചിരുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ തുക ലഭിക്കുന്നത് 26,67,947 പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ്. 23,78,118 പേർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ എത്തുന്ന രീതിയിലേക്കാണ് ക്രമീകരിച്ചിരുന്നത്. ചൊവ്വാഴ്ച കടപ്പത്ര ലേലത്തിലൂടെ 1000 കോടി കിട്ടിയതിനാൽ ഫണ്ടിന് കുറവില്ല. സാങ്കേതിക തടസ്സമാണെന്നാണ് നിലവിലിപ്പോൾ സൂചനകൾ ഉണ്ടായിട്ടുള്ളത്. ഭൂരിഭാഗം പേർക്കും 1600 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തുക. എന്നാൽ ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി NSIP-യിൽ വരുന്ന 8,46,456 പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞത് 1400, 1300, 1100 എന്നിങ്ങനെയുള്ള തുകകളാണ് എത്തിച്ചേരുന്നത്. NSAP വിഹിതം നൽകുന്നതിന് 24,30,00,000 രൂപ കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ വിതരണം കേന്ദ്ര സർക്കാരിന്റെ DBT സംവിധാനം വഴിയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്രവിഹിത തുകകളായിട്ടുള്ള 200, 300, 500 എന്നിവ ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. പല മാസങ്ങളിലെയും കേന്ദ്രവിഹിത തുക ലഭിക്കാത്തവർ ആദ്യം തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് ആണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ക്ഷേമ വിഭാഗം ഓഫീസുമായി ബന്ധപ്പെടുത്തി തടസ്സം നീക്കേണ്ടതാണ്. ജൂലൈ 25 വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന ക്ഷേമ പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ജൂലൈ 31 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ വെള്ളിയാഴ്ച പെൻഷൻ ലഭിക്കാത്തവർക്ക് തിങ്കളാഴ്ചയൊക്കെ പെൻഷൻ തുക ലഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവർക്ക് വിതരണം തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസം കൊണ്ട് തന്നെ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർത്തീകരിക്കുന്നതാണ്. എന്നാൽ സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുവാൻ എല്ലായ്പ്പോഴും ഒരാഴ്ചയൊക്കെ സമയമെടുക്കുന്നതാണ്. അതിനാൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുവാൻ ജൂലൈ 31 വരെ ആകുന്നതാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുവരുന്ന ക്ഷേമ പെൻഷന്റെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്കും ജൂലൈ മാസത്തിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്ന പെൻഷന്റെ തുക ലഭിക്കുന്നതാണ്. അടുത്ത മാസം ഓഗസ്റ്റ് 24 വരെ പെൻഷൻ മസ്റ്ററിങ്ങിന് സമയം ഉള്ളതിനാലാണ് ജൂലൈയിലെയും ഓഗസ്റ്റിലെയും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ലഭിക്കുന്നത്. എന്നാൽ അവസാന തീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചില്ല എങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സമുണ്ടാകുന്നതാണ്. അതിനാൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരെല്ലാം തന്നെ ഓഗസ്റ്റ് 24-നുള്ളിൽ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞു. 40% അധികം പേര് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മാസം കൂടിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനായിട്ട് സമയമുള്ളത്. ആധാർ കാർഡുമായിട്ട് സംസ്ഥാനത്തെ ഏത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പെൻഷൻ ലഭിക്കുന്നവർക്ക് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാനുള്ള അവസരമുണ്ട്. ഇനി കൈവരൽ തെളിയാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി തങ്ങളുടെ പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഓഫീസിൽ നൽകി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 1.5 വർഷമായിട്ട് എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷന്റെ വിതരണം നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കളുടെ പെൻഷൻ തുക ലഭിക്കുന്നത് തടസ്സപ്പെടാതിരിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട പെൻഷൻ മസ്റ്ററിംഗ് പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ തുകകൾ ലഭിച്ചവർ അക്കാര്യം കമന്റായിട്ടുകൂടെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.